ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഗുരുതരമായ പല വിവരങ്ങളും പുറത്ത് വരുമ്പോൾ പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് നാമജപ പ്രതിഷേധമാണ്. കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാമജപ ധർണ നടത്തുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ നാമജപ ധർണ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം അതിശക്തമാകുന്ന ദിവസമാണ്. നാമജപ പ്രതിഷേധവുമായി ഭക്തർ മുന്നോട്ട് പോകുന്നു. എപ്പോഴാണ് ഉദ്ഘാടനം? മറ്റു വിവരങ്ങൾ. രാഖി, ഗുഡ് മോർണിംഗ്. നമസ്തേ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് കേസ് അന്വേഷണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നടക്കുന്നു, മറുഭാഗത്ത് പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. നമ്മൾ ശബരിമലയിൽ യുവതീ പ്രവേശനം നടന്ന സമയത്തൊക്കെയാണ് പ്രായമായ അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി നാമജപ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. പിന്നീട് അവർക്കെതിരെ കേസെടുക്കുന്നതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയിലും സമാനമായ പ്രതിഷേധത്തിലേക്ക് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇന്ന് ശബരിമല കർമ്മസമിതി, അതായത് വിവിധ ഹൈന്ദവ വിശ്വാസികൾ, വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നാമജപ ധർണ നടക്കാൻ പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് രാവിലെ 10 മണിക്ക് പ്രതിഷേധ ധർണ ആരംഭിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് പാതി വഴിയിൽ വഴിമുട്ടി നിൽക്കുകയാണ്. SITയുടെ അന്വേഷണത്തിൽ നിലവിലെ ഭക്തർക്കും വിശ്വാസികൾക്കും ഒന്നും തന്നെ വിശ്വാസമില്ല. പല ഘട്ടങ്ങളിലും അന്വേഷണം പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമുണ്ട്. കൃത്യമായ കുറ്റക്കാരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ അന്വേഷണം CBIക്ക് വിടണമെന്നൊരു ആവശ്യം ശക്തമാവുകയും ചെയ്തത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന നേതൃത്വവും ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. സമാനമായി തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ഈ ആവശ്യം മുൻനിർത്തി ആവശ്യം അംഗീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ശബരിമല കർമ്മസമിതി ഈ ഒരു പ്രതിഷേധ ധർണ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും വിവിധ ഹൈന്ദവ സംഘടനകളെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശബരിമല അയ്യപ്പ സേവാ സമാജം, ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഒപ്പം തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി, ശബരിമല കർമ്മസമിതി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ, വിവിധ ജില്ലകളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ, മറ്റ് വിവിധ നേതാക്കന്മാരടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇന്ന് ശബരിമല കർമ്മസമിതി, ഒപ്പം തന്നെ ഭക്തർ വിശ്വാസികളൊക്കെ തുടക്കമിടാൻ പോവുകയാണ്. കൃത്യമായൊരു CBI അന്വേഷണം നടന്നില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്ന ആളുകൾ കടക്കുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഈ പ്രതിഷേധം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഒരു പ്രതിഷേധ നാമജപ ധർണ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുകയും ചെയ്യും. വിവിധ മേഖലകളിൽ നിന്നുള്ള വിശ്വാസികൾ അടക്കമുള്ളവരും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്യുന്നു. എന്തായാലും CBI അന്വേഷണം ഒരു ഭാഗത്ത് ആവശ്യപ്പെട്ട് സർക്കാരിന് മുൻപിലേക്കും ഒപ്പം തന്നെ തെരുവിലേക്കും ഭക്തർ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് ED അടക്കമുള്ളവർ അന്വേഷണം തുടരുകയാണ്. ആ EDയുടെ അന്വേഷണം മാത്രം പോരാ, പകരം CBI അന്വേഷണം വേണം. അന്തർ സംസ്ഥാന അന്തർ രാജ്യാന്തര ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഈ ഒരു ധർണ ആരംഭിക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുന്നതിന്റെ സൂചന കൂടിയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ കാണാൻ പോകുന്ന ഈ നാമജപ ധർണ. രാഖി, ശാലിനി സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ ധർണ നാമജപ പ്രതിഷേധം ഒരു തുടക്കമായി മാത്രം കാണുക. സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇതിനു മുൻപേ ഉയർന്നതാണ്. പക്ഷേ ഹൈന്ദവർ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ പോലും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. CBI വരണം, ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ശാലിനി സൂചിപ്പിച്ചതുപോലെ 10 മണിയോടുകൂടിയാണ് നാമജപ പ്രതിഷേധം ആരംഭിക്കുക എന്നുള്ളതാണ്. നമുക്ക് വരും ബുള്ളറ്റിൻസിൽ വളരെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു വാർത്ത കൂടിയാണ് അത് എന്നുള്ളതാണ്.